എന്താണ് കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ? സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുന്ന ട്രേഡ് ടോക്സിന്റെ ഈ വീഡിയോ സീരീസിലെ 20ാമത്തെ വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും വെൽക്കം. അപ്പോൾ ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന തൊട്ട് മുൻപുള്ള വീഡിയോസ് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ പഴയ വീഡിയോസ് കണ്ട് കംപ്ലീറ്റ് ചെയ്യുക. സോ നമുക്ക് ഉറപ്പായിട്ടും വളരെ പവർഫുള്ളായി നമുക്ക് പഠിക്കാം എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ. നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ കോൾ ഓപ്ഷൻ എന്താണെന്നോ, കോൾ ഓപ്ഷന്റെ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നോ, പുട്ട് ഓപ്ഷൻ എന്താണെന്നോ, പുട്ട് ഓപ്ഷന്റെ പ്രീമിയംസ് എങ്ങനെ മൂവ് ചെയ്യുന്നോ, എന്താണ് ഇൻട്രാഡേ ഓപ്ഷൻ മൂവ്മെന്റ് എന്ന്, എന്താണ് പൊസിഷണൽ ഓപ്ഷൻ മൂവ്മെന്റ്, എങ്ങനെ ഓപ്ഷൻ ചെയിനിൽ ഇതെല്ലാം കണ്ടുപിടിക്കാം, എന്താണ് ഇൻട്രിൻസിക് വാല്യൂ, എങ്ങനെ എക്സെൻട്രിക് വാല്യൂ മൂവ്മെന്റ് ഫൈൻഡ് ചെയ്യാം തുടങ്ങിയ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാതെ ചുമ്മാ പോയി ഒരു അറ്റ് ദ മണി ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനോ അല്ലെങ്കിൽ 100 രൂപ പ്രീമിയം ഉള്ള ഒരു ഓപ്ഷനോ ദിവസവും വാങ്ങി വിറ്റ് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് ചിലപ്പോൾ വലിയ ലോസുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കോൾ ഓപ്ഷൻ, എങ്ങനെ പ്രീമിയം ചേഞ്ച് ആകുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് പ്രീമിയം, എങ്ങനെ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റബിൾ ആകാം, എങ്ങനെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് പ്രോഫിറ്റബിൾ ആകാം, എങ്ങനെ പ്രീമിയംസ് ചേഞ്ച് ആകുന്നു, ഓപ്ഷൻ ചെയിനിൽ എങ്ങനെ നോക്കണം, OTM ബൈ ചെയ്യണോ, ATM ബൈ ചെയ്യണോ, അതോ ITM ബൈ ചെയ്യണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കോൾ ഓപ്ഷൻ, മറ്റൊന്ന് പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വീഡിയോയില് ഞാൻ കോൾ ഓപ്ഷനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പുട്ട് ഓപ്ഷൻ നമുക്കെടുത്ത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. രണ്ടും ഒന്നിച്ച് പഠിച്ചാൽ മൊത്തം കിളി പോയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കോൾ ഓപ്ഷനെ കുറിച്ച് മാത്രം പഠിക്കാം. സോ ഇവിടെ ഞാൻ കുറച്ച് സ്ട്രൈക്ക് പ്രൈസുകൾ ഇങ്ങനെ നിരത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്ട്രൈക്ക് പ്രൈസ് ഏത് അണ്ടർലൈങ് അസറ്റിന്റെ ആണ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓൾറെഡി വന്ന് കാണണം. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആയതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം. സോ 18500 18600 എന്നൊക്കെ പറയുന്നത് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് പ്രൈസുകളാണ്. അപ്പൊ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനികളെ ഇന്ത്യയുടെ ഒരു സൂചികയാക്കി എടുത്തിട്ട് ആ സൂചികനെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ നിഫ്റ്റി ഫ്യൂച്ചേഴ്സും അവൈലബിൾ ആണ്, നിഫ്റ്റി ഓപ്ഷൻസും അവൈലബിൾ ആണ്. നിഫ്റ്റിയുടെ ഓപ്ഷൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇൻഡെക്സ് ഓപ്ഷൻസ് എന്നാണ് നമ്മൾ അതിന്റെ പ്രത്യേകതയായിട്ട് എടുത്തു പറയുക. ഇൻഡെക്സ് ഓപ്ഷൻസിൽ വീക്ക്ലി എക്സ്പയറീസ് കൂടിയുണ്ട്. നമ്മൾ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ അവിടെ മന്ത്ലി എക്സ്പയറി മാത്രമാണ് ഉള്ളതെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷന് വീക്ക്ലി എക്സ്പയറി ഉണ്ട്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഒക്കെ വീക്കിലി എക്സ്പയറി ഉണ്ട്. സോ നമ്മൾ ഈ ബോർഡിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന കറണ്ട് പ്രൈസ് ആണ് 18500 എന്ന് പറയുന്നത്. അപ്പൊ നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്യുന്ന സ്ഥലം അതായത് എത്രയാണ്, ഏകദേശം 18500ന്റെ അടുത്താണ്. അതിനെ നമ്മൾ സ്പോട്ട് പ്രൈസ് എന്നാണ് വിളിക്കുക. എന്താണ് സ്പോട്ട് പ്രൈസ്? സോ നമുക്ക് കുറേയും പ്രീമിയംസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ബെറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് NSE കുറേ ലെവലുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ലെവലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെവലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്ട്രൈക്ക് പ്രൈസ് എന്ന് വിളിക്കുക. സോ 18500 18550 അവൈലബിൾ ആണ്, 18600 18650 18700 800 അങ്ങനെ ഇങ്ങനെ താഴത്തോട്ട് അല്ല മുകളിലോട്ട് ഇങ്ങനെ പോകും. അതുപോലെ തന്നെ താഴത്തോട്ടും പോകുന്നു. ഇതിന്റെ ഇടയിൽ ആക്ച്വലി ഒരു 50ന്റെ സ്ട്രൈക്ക് കൂടി ഉണ്ട്. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ 50ന്റെ സ്ട്രൈക്കിനെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ സ്ട്രൈക്കുകളിലും നമുക്ക് എന്താ അവൈലബിൾ ആണ്, CE അവൈലബിൾ ആണ്. അതായത് 18500 കോൾ ഓപ്ഷൻ അവൈലബിൾ ആണ്, 18600 കോൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ എല്ലായിടത്തും നമുക്ക് എന്താ അവൈലബിൾ ആണ്, കോൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഓരോ ഓപ്ഷൻസിനും ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ട്രേഡിംഗ്
കോൺട്രാക്റ്റുകളാണ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് പൊതുവേ പറയാം എങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ മതി എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ നോക്കൂ, കുറേ കോൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏത് കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യണമെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഓപ്ഷനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ഗ്രൂപ്പുകളാക്കി തിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എവിടെയാണോ മാർക്കറ്റ് നിൽക്കുന്നത്, എവിടെയാണോ സ്പോട്ട് പ്രൈസ് ഇരിക്കുന്നത്, ആ ഒരു സ്പോട്ടിനെ നമ്മൾ അറ്റ് ദ മണി സ്ട്രൈക്ക് എന്നാണ് വിളിക്കുക. ATM സ്ട്രൈക്ക് എന്ന് വിളിക്കും. അറ്റ് ദ മണി മനസ്സിൽ വെച്ചോളൂ, എവിടെയാണോ മാർക്കറ്റ് നിൽക്കുന്നത് ആ സ്പോട്ടിനെ നമ്മൾ അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് വിളിക്കും. അപ്പോൾ മാർക്കറ്റ് കോൾ ഓപ്ഷൻ ആണ്. കോൾ ഓപ്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു വ്യക്തി ഒരു സ്റ്റെപ്പ് കയറുകയാണ് എന്ന് കരുതുക. ഫൈൻ, ഒരു വ്യക്തി ഒരു സ്റ്റെപ്പ് കയറുകയാണ്. ഓരോ സ്റ്റെപ്പ് ഓരോ സ്ട്രൈക്ക് പ്രൈസുകളാണ് എന്ന് നിങ്ങൾ കരുതുക. അപ്പൊ ഇതാണ് ഇപ്പൊ ആ വ്യക്തി സ്റ്റെപ്പ് കയറി ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഫൈൻ, 18,500 എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലെവലിലല്ല കിടക്കുന്നത്, സ്റ്റെപ്പ് കയറുന്നത് മുകളിലോട്ടാണ്, താഴെ നിന്ന് മുകളിലോട്ടാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇതിനു മുമ്പത്തേതാ 18,400, 18,300, ഇവിടെ 18,500, 18,600, 18,700 ഒക്കെയാണ് ഓരോ സ്റ്റെപ്പുകൾ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? താഴെ നിന്ന് സ്റ്റെപ്പ് കയറി പോവുകയാണ്. 18,300 പണ്ടുണ്ടായിരുന്നത്, പിന്നെ 18,400 എത്തി, ഇപ്പോ 18,500 ഇങ്ങനെ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോ അദ്ദേഹം ഇപ്പോൾ ഏത് സ്റ്റെപ്പിലാണോ നിൽക്കുന്നത് ആ സ്റ്റെപ്പിനെ നമുക്ക് അറ്റ് ദ മണി അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് നമ്മൾ വിളിക്കും. ക്ലാസിഫിക്കേഷന്റെ ഫസ്റ്റ് വൺ അറ്റ് ദ മണി നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം അദ്ദേഹം എവിടെയായിരുന്നു? 18,300 അവിടെ നിന്ന് 18,400 എത്തി, അവിടെ നിന്ന് ഇപ്പോ 18,500 എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റെപ്പിൽ നിൽക്കുന്നോ ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ കോൾ ഓപ്ഷനെ കുറിച്ച് പറയുമ്പോൾ എവിടെയാണോ ഇപ്പൊ നിൽക്കുന്നത് ആ സ്റ്റെപ്പിനെ നമ്മൾ അറ്റ് ദ മണി എന്നാണ് പറയാ. സ്പോട്ട് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അതാണ് നമുക്ക് എന്ത് അറ്റ് ദ മണി ഓപ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അറ്റ് ദ മണി ഓപ്ഷൻസ്. സോ നമ്മൾ ഓൾറെഡി സ്റ്റെപ്പ് കയറിയാണ് വന്നത്. അപ്പോൾ 18,300, 18,400, 18,500. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഓൾറെഡി കയറി കഴിഞ്ഞ സ്റ്റെപ്പുകളെ, നമ്മുടെ പുറകിലുള്ള സ്റ്റെപ്പുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുകയാണ്? നമ്മൾ ഇൻ ദ മണി സ്ട്രൈക്കുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇൻ ദ മണി സ്ട്രൈക്കുകൾ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനിയും കുറച്ച് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഫ്യൂച്ചറിൽ ഇനി നമുക്ക് കയറി പോകാനുണ്ടല്ലേ, മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ കയറാൻ നമ്മുടെ മുൻപിലുള്ള സ്റ്റെപ്പുകൾ 18,600, 18,700 തുടങ്ങിയ സ്റ്റെപ്പുകളെ, വരാൻ പോകുന്ന സ്റ്റെപ്പുകളെ നമുക്ക് OTM സ്ട്രൈക്കുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ATM ഇതെന്താണ്? ഇത് ഇൻ ദ മണി സ്ട്രൈക്കുകളാണ് അല്ലെ, ഓൾറെഡി കയറി കഴിഞ്ഞതാണ്. ഇനി വരാൻ പോകുന്ന സ്ട്രൈക്കുകളെ നമ്മൾ OTM സ്ട്രൈക്കുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു, 3 ക്ലാസിഫൈ ചെയ്തു. ATM, ഇൻ ദ മണി സ്ട്രൈക്കുകൾ, ദെൻ ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്കുകൾ. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാകില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത് ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഏത് സ്ട്രൈക്ക് ഏത് മൂമെന്റിൽ എടുക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. ഇനിയും എങ്ങനെയാണ് ഓപ്ഷന്റെ പ്രീമിയം ചേഞ്ച് ആകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളിപ്പോ ബോർഡിലേക്ക് ഒന്ന് നോക്കുക. നമ്മളിവിടെ നിഫ്റ്റിയുടെ ചാർട്ട് വരച്ചിട്ടുണ്ട്. സോ നിഫ്റ്റി എങ്ങനെ മൂവ് ചെയ്യുന്നു നമുക്കറിയാം. നിഫ്റ്റി എന്താണ്? നിഫ്റ്റി നമ്മുടെ ഈ ഓപ്ഷന്റെ അണ്ടർലൈങ് അസറ്റ് ആണ്. അപ്പൊ നിഫ്റ്റി എന്ത് ചെയ്യാണ്? നിഫ്റ്റി താഴെ നിന്ന് മുകളിലോട്ട് അപ്പായി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉറപ്പായിട്ടും അണ്ടർലൈങ് അസറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കോൾ ഓപ്ഷന്റെ വാല്യൂവിന് എന്താണ് സംഭവിക്കുക? കോൾ ഓപ്ഷനും കൂടെ തന്നെ മുകളിലോട്ട് പോകും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കോൾ ഓപ്ഷൻ 18,500 എന്ന് പറയുന്ന സ്ട്രൈക്കിന്റെ ചാർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് അണ്ടർലൈങ് അസറ്റിനും ഒരു ചാർട്ട് ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൾ ഓപ്ഷനും എന്തുണ്ട്? ഒരു
ചാർട്ട് ഉണ്ട്. ഇപ്പോൾ കോൾ ഓപ്ഷൻ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ മാർക്കറ്റ് 18,501 എത്തി നിൽക്കുമ്പോൾ ഈ കോൾ ഓപ്ഷന് 103 രൂപയാണുള്ളത്. ഇവിടെ നിന്ന് ഈ പറയുന്ന അണ്ടർലൈൻ അസറ്റ് പിന്നെയും മുകളിലോട്ട് പോകുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ 103 എന്ന് പറയുന്നത് വീണ്ടും മുകളിലോട്ട് പോയി ഒരുപക്ഷെ 113, 115, 150, 200 ഒക്കെ ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് അണ്ടർലൈൻ അസറ്റ് മുന്നോട്ട് പോകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഓപ്ഷന്റെ പ്രീമിയം അതിന്റെ വാല്യൂവും മുന്നോട്ട് പോകും. ഒരിക്കലും പലരും വിചാരിക്കുന്ന, തുടക്കക്കാർ വിചാരിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ ഞാൻ എടുത്തത് 500 എത്തിയിട്ടല്ലേ, ഞാൻ 500 കോൾ ഓപ്ഷൻ എടുത്തു, ഈ സ്ട്രൈക്ക് പ്രൈസ് മാറുന്നുണ്ടോന്ന്? ഒരിക്കലും മാറുന്നില്ല. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു കിലോ മാങ്ങ വാങ്ങി എൻ്റെ കയ്യിലിരിക്കുകയാണ്. മാർക്കറ്റിൽ മാങ്ങയുടെ വില കൂടിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന മാങ്ങയുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അതേ ഒരു എഫക്റ്റ് ആണ് ഞാൻ 18,500 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു ബയറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 18,500 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കോൾ ഓപ്ഷന്റെ വാല്യൂ മുന്നോട്ട് പോകും. സോ കറസ്പോണ്ടിങ് ഞാൻ ഇവിടെ മറ്റു സ്ട്രൈക്കുകൾ കൂടി എഴുതുകയാണ്. എല്ലാം കോൾ ഓപ്ഷൻസ് ആണ്, എല്ലാം കോൾ ഓപ്ഷൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 18,500 103 രൂപയാണ്. 18,600 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അത്? ഔട്ട് ഓഫ് ദ മണിയാണ്, പുറത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 18,400 എന്താണ്? 18,400 ഒരു ഇൻ ദ മണി ഓപ്ഷൻസ് ആണ്. സോ ഇവിടെ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് വരരുത്. എന്താണ്? ഔട്ട് ഓഫ് ദ മണി ഇരിക്കുന്ന ഓപ്ഷൻസിന് അറ്റ് ദ മണിനേക്കാളും പൈസ കുറവാണ്. അറ്റ് ദ മണിക്ക് എന്താണ് പ്രൈസ്? 103 രൂപയാണ്. 103നേക്കാൾ കുറവാണ്. കാരണം അവന് ഡിമാൻഡ് കുറവാണ്, അവൻ കുറച്ച് പുറത്താണ് ഇരിക്കുന്നത്, അവൻ ഇൻ ദ മണി ആയിട്ടില്ല. അതുകൊണ്ട് അതിന് 57 രൂപ മാത്രമേ ഉള്ളൂ. ബട്ട് ഇവിടെ എന്താണ്? 18,400 എന്ന് പറയുന്നത് ഇൻ ദ മണിയാണ്. അവൻ ഓൾറെഡി ഇൻട്രിൻസിക് വാല്യൂ ഉള്ള ഒരു ഐറ്റാണ്, അവൻ ഇൻ ദ മണിയിലാണ്. അവന് 167 രൂപയുണ്ട്. സോ എങ്ങനെയാണ് ഈ പ്രൈസുകൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഓപ്ഷൻ പാരാമീറ്റേഴ്സ് മനസ്സിലാക്കണം. ആ ഓപ്ഷൻ പാരാമീറ്റേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ പാരാമീറ്റേഴ്സിന് മുൻപ് നമ്മൾ ഓപ്ഷൻ പ്രീമിയത്തിലുള്ള 2 കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ, മറ്റൊന്ന് എക്സെൻട്രിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിന് യഥാർത്ഥത്തിലുള്ള പ്രൈസിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് 18,400 എടുക്കുകയാണ്, നമ്മളൊരു എക്സാമ്പിളിന് 18,400 എടുക്കുകയാണ്. 18,400 ഓൾറെഡി 100 പോയിന്റ് ഇൻ ദ മണിയിലാണ്. സ്പോട്ട് എവിടെയാണ്? 18,501 അല്ലേ? അപ്പോ 18,400 കഴിഞ്ഞിട്ട് ഏകദേശം 101 പോയിന്റ് അകത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു ഇല്ലേ? അപ്പോ എത്ര പോയിന്റ് അകത്താണ്? 101 പോയിന്റ് അകത്തായതുകൊണ്ട് അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ 101 ആണ്. എങ്ങനെ അത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് മൈനസ് സ്ട്രൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന സ്പോട്ട് മൈനസ് സ്ട്രൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷനിൽ ഇൻട്രിൻസിക് വാല്യൂ കിട്ടുന്നതാണ്. സോ ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ ടോട്ടൽ പ്രൈസ് എത്രയാ? 167. അപ്പൊ 167 മൈനസ് 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര? ഇതിന്റെ വാല്യൂ എത്രയാണ്? 66 കിട്ടില്ലേ? ഈ 66നെയാണ് നമ്മൾ എക്സെൻട്രിക് വാല്യൂ എന്ന് പറയാ, അല്ലെങ്കിൽ നമ്മള് ടൈം വാല്യൂ എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എങ്ങനെയാണ് ടൈം വാല്യൂ വരുന്നത്? എക്സ്പയറിക്ക് എത്ര ദിവസം ബാക്കിയുണ്ട്, എത്ര സമയം ഇത് എക്സ്പയർ ആകാൻ ബാക്കിയുണ്ട്, അതുമാത്രമല്ല മുകളിലോട്ട് എത്ര പോയിന്റുകൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതിന് നമ്മൾ വോളറ്റൈലിറ്റി എന്ന് കൂടി നമുക്ക് പറയാം. സോ ടൈമിനെയും വോളറ്റൈലിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ എക്സെൻട്രിക് വാല്യൂ വരുന്നത്. ഈ എക്സെൻട്രിക് വാല്യൂ സമയം പോകുന്നതനുസരിച്ച്, അതായത് മാർക്കറ്റ് കൂടുതലായിട്ട് മുകളിൽ പോവില്ല എന്നുള്ള ഹോപ്പ് കുറയുന്നതനുസരിച്ച് എക്സെൻട്രിക് വാല്യൂ ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇൻട്രിൻസിക് വാല്യൂ ഉള്ളത് ഇൻ ദ മണിയിലാണ്. യഥാർത്ഥത്തിലുള്ള പ്രൈസ് ഉള്ളത് ഇൻ ദ മണിയിലാണ്. അറ്റ് ദ മണിയിലോട്ട് വരുമ്പോ എന്താണ് കാര്യം? അവിടെ ഇൻട്രിൻസിക് വാല്യൂ
ചിലപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാകില്ല. എല്ലാം ഉള്ള പ്രൈസ് എല്ലാം എക്സെൻട്രിക് വാല്യൂ ആണ്. അവൻ ഇനിയും ഇൻ ദ മണി ആകാൻ പോകുകയാണ് എന്നുള്ള ഒരു ഹോപ്പ് മാത്രമാണ് അറ്റ് ദ മണിക്കുള്ളൂ. അപ്പൊ എന്താ പ്രശ്നം? ഏറ്റവും കൂടുതൽ എക്സെൻട്രിക് വാല്യൂ ഉള്ളത് അറ്റ് ദ മണിയിലാണ്. അപ്പോൾ സമയം പോകുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രൈസിൽ ഡ്രോപ്പ് സംഭവിക്കുന്നത്, പ്രൈസിന്റെ ഹോപ്പ് കുറയുന്നത് അറ്റ് ദ മണിയിലാണ്. ഔട്ട് ഓഫ് ദ മണിക്ക് വളരെ കുറച്ച് ഹോപ്പേ ഓൾറെഡി ഉള്ളൂ. ഇൻ കേസ് അവൻ മുകളിലോട്ടും മാർക്കറ്റ് വന്നില്ല എങ്കിൽ ഈ ബാക്കിയുള്ള 57 രൂപയും സമയത്തിനനുസരിച്ച് കുറഞ്ഞ് ഇല്ലാതെയായി പോകും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു സിമ്പിൾ ലോജിക് ഉണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് നിഫ്റ്റി ഒരു വലിയ മൂവ്മെന്റ് നടത്തും എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നല്ല കൺവിൻഷൻ ഉണ്ട്, നല്ല ഉറപ്പുണ്ട് എങ്കിൽ വലിയ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ് ദ മണി ഓപ്ഷൻസോ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസോ ബൈ ചെയ്താലും നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ നിഫ്റ്റി മൂവ് ചെയ്യും, പക്ഷെ വളരെ കുറച്ച് മാത്രമേ അപ്സൈഡ് പോകുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സെൻട്രിക് വാല്യൂ താഴ്ത്തോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സെൻട്രിക് വാല്യൂ ഉള്ളത് എടുത്തിട്ട് ചെറിയ മൂവ്മെന്റിന് ഓപ്ഷൻ ബൈ ചെയ്താൽ അത് വർക്കൗട്ട് ആവില്ല. സോ സ്മോൾ മൂവ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻ ദ മണി ഓപ്ഷൻസ് ബൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം കൂടി ഇല്ലേ, ഇത് കറണ്ട് വീക്കിൽ മാത്രമല്ലേ പോസിബിൾ ആവത്തുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ കൂടി ചിന്തിച്ചു നോക്കിക്കൂടെ? കാരണം ഒരു ഓപ്ഷൻ ഈ വീക്കിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, നെക്സ്റ്റ് വീക്കിലെയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്, നെക്സ്റ്റ് മന്തിലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ടൈം കൂടുതലുള്ളപ്പോൾ അവിടെ ടൈം ഡീകേ, സമയം വെച്ചിട്ട് എക്സെൻട്രിക് വാല്യൂവിന്റെ കുറവ് അതനുസരിച്ചേ കുറയത്തുള്ളൂ. അപ്പോൾ ടൈം വാല്യൂ ഏറ്റവും പെട്ടെന്ന് കുറയുന്നത് കറണ്ട് വീക്കിലാണ്. സോ ഡെൽറ്റയും തീറ്റയും ഒക്കെ വെച്ചിട്ട് ഓപ്ഷൻ പാരാമീറ്റേഴ്സ് പറയുമ്പോൾ അതിന്റെ ഇൻഡെപ്ത് ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ കോൾ ഓപ്ഷന്റെ വാല്യൂ മുകളിലോട്ട് പോകും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോൾ ഓപ്ഷനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ പറയുന്ന 18,500 നിന്ന് എനിക്കൊരു കൺവിൻഷൻ ഉണ്ട്, മാർക്കറ്റ് 18,500 നിന്ന് ഒരു വലിയ മൂവ്മെന്റ് നടത്തി 19,000 ഈ ആഴ്ചയിൽ തന്നെ എത്തുമെന്ന് എനിക്ക് നല്ല ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഏത് സ്ട്രൈക്ക് ആയിരിക്കും? 18,400 ആണോ, 18,600 ആണോ, 18,500 ആണോ? ഉറപ്പായിട്ടും വീഡിയോന് താഴെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ ആര് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഹൂ ഈസ് എ വിന്നർ എന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വ്യാഴാഴ്ച ട്രേഡ് ടോക്സിന്റെ ലൈവ് ട്രേഡിംഗ് സെക്ഷനിൽ അനൗൺസ് ചെയ്യുന്നതുമായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ പ്രീമിയം ചേഞ്ച് ആകുന്നത്, എങ്ങനെയാണ് കൂടുന്നത്, എങ്ങനെയാണ് കുറയുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു. പുട്ട് ഓപ്ഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിന് പകരം എന്ത് ചെയ്യണം? മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ മുകളിലോട്ട് പോകും. സോ നിഫ്റ്റി താഴത്തോട്ട് വരുമ്പോൾ പുട്ട് ഓപ്ഷന്റെ പ്രൈസ് മുകളിലോട്ട് പോകും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് പുട്ട് ഓപ്ഷന്റെ ഇത്തരത്തിലൊരു വീഡിയോ ആവശ്യമാണെങ്കിൽ അതുകൂടെ ഈ വീഡിയോന് താഴത്ത് കമന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി ആൻഡ് അറ്റ് ദ മണിയെ കുറിച്ച് പഠിച്ചു. ഇൻട്രിൻസിക് വാല്യൂവിനെ കുറിച്ചിട്ടും എക്സെൻട്രിക് വാല്യൂവിനെ കുറിച്ചിട്ട് പഠിച്ചു. എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു എന്ന് വളരെ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു പോയി. അതിന് കൂടെ തന്നെ എങ്ങനെയാണ് നിഫ്റ്റി മൂവ് ചെയ്യുമ്പോൾ, അണ്ടർലൈൻ അസറ്റ് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഇത് ഇൻട്രാഡേയുടെ മൂവ്മെന്റും അതുപോലെ തന്നെ പൊസിഷണൽ ട്രേഡിങ്ങിന്റെ മൂവ്മെന്റിനെ കുറിച്ച് അറിയണം. അതായത് പൊസിഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഓപ്ഷൻ
കൂടുതൽ സമയം നമ്മൾ ഹോൾഡ് ചെയ്യുകയല്ലേ. അപ്പോൾ എന്താ അവിടെ കൂടുതൽ എഫക്ട് ചെയ്യും? എക്സെൻട്രിക് വാല്യൂ എത്രയാണോ അത് വളരെ പെട്ടെന്ന് കുറയാനും ബൈ ചെയ്ത ഒരാൾക്ക് ലോസ് വരാനുമുള്ള സാധ്യതയുണ്ട്. ബട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ യാതൊരു കാരണവശാലും യാതൊരു കുഴപ്പവും പറ്റില്ല. സോ ഈ പറയുന്ന ടൈം ഡീക്കേ ആണ് ഒരു ഓപ്ഷൻ സെല്ലർ എപ്പോഴും പ്രോഫിറ്റബിൾ ആക്കി നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്നിക്കൽ അനാലിസിസുകൾ, FIA ഡേറ്റ, അല്ലെങ്കിൽ ഒരു ഓവറോൾ വ്യൂ ജനറേറ്റ് ചെയ്ത് ഗ്ലോബൽ വ്യൂ എല്ലാം നോക്കി നമുക്ക് ചെയ്യാം. സോ ഞാൻ പൊതുവെ ഓപ്ഷൻ ബൈയിങ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ മാത്രമാണ് ചെയ്യാറ്. കാരണം പൊസിഷനിൽ ചെയ്യുമ്പോൾ കൂടുതൽ സമയം ആ ഒരു ഓപ്ഷൻ എൻ്റെ കയ്യിലിരിക്കുകയും എനിക്ക് ലോസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതായത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐസ് കട്ട പോലെയാണ് ഓപ്ഷൻ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഓപ്ഷനിൽ മെൽറ്റ് ആകുന്നത്? ഇവിടെ മെൽറ്റ് ആകുന്നത് എക്സെൻട്രിക് വാല്യൂ ആണ്. അതായത് ഇൻട്രിൻസിക് വാല്യൂ ഒന്നും സംഭവിക്കുന്നില്ല, അത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ മാത്രം മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. എക്സെൻട്രിക് വാല്യൂ മാർക്കറ്റ് മൂവ് ചെയ്യാതെ തന്നെ കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ, സമയം പുറകോട്ടല്ലേ പോകുന്നത്? സോ ബയ്യേഴ്സിന്റെ ഹോപ്പിനെ നമുക്ക് എക്സെൻട്രിക് വാല്യൂ എന്ന് പറയാം. അതായത് ഒരു ബഡ്ജറ്റ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഡേറ്റ വരാൻ പോകുന്നു, മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മുകളിലോട്ടോ താഴത്തോട്ടോ ഒരു വലിയ മൂവ്മെന്റ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവിടെ ഇംപ്ലൈൻഡ് വോളറ്റാലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വോളറ്റാലിറ്റി കൂടും. അതായത് ബയ്യേഴ്സിന്റെ എണ്ണം കൂടും, ബയ്യേഴ്സിന്റെ ഹോപ്പ് കൂടും. ഓട്ടോമാറ്റിക്കലി എക്സെൻട്രിക് വാല്യൂ, ഹോപ്പ് കൂടുന്നതനുസരിച്ച് എക്സെൻട്രിക് വാല്യൂ കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഹോപ്പ് കുറയുന്നതനുസരിച്ച് എക്സെൻട്രിക് വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ഹോപ്പും ടൈമും ഈ പറയുന്ന എക്സെൻട്രിക് വാല്യൂവിനെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ട്രേഡിംഗ് കരിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ട്രേഡ് ടോക്സിന്റെ കൂടെ നിങ്ങൾക്ക് ഇനി ഒരു വലിയ സക്സസ്ഫുൾ ലോങ് ജേർണി നമുക്ക് ഒന്നിച്ച് നടന്നു തീർക്കാം, വലിയ സക്സസിലോട്ട് നമുക്ക് നടന്നു തീർക്കാം എന്ന് ഞാൻ എല്ലാവർക്കും വലിയൊരു ആശംസ തരികയാണ്. സോ നമുക്ക് ഒന്നിച്ച് പഠിച്ച് വളരെ മികച്ച ഓപ്ഷൻ ട്രേഡർ ആയിട്ട് മാറാം. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.